നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഇത് തെറ്റാണ്, അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് സ്വയം തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറയിൽ വിജ്ഞാന പരിസരങ്ങളൊക്കെ വിശാലമാവുകയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിവിന്റെ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി AI-യുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. എല്ലാം വിരത്തുമുണ്ട്. അധ്യാപകരുടെ ആവശ്യമില്ല, ഗുരുക്കന്മാരുടെ ആവശ്യമില്ല. എല്ലാം അറിയുവാനും തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് മുന്നിലുള്ളതായ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ നമുക്ക് സാധ്യമായി തീരും. അങ്ങനെ ഒരു ലോകത്ത് ആരെയും വേണ്ടെന്ന് വെക്കുന്നതായ, എല്ലാത്തിനെയും വില കുറച്ച് കാണുന്നതായ ലോകത്തും ജീവിക്കുമ്പോൾ നമ്മെ സ്വാധീനിക്കേണ്ടതായ, നാം ആർജിക്കുന്നതായ അറിവും നാം ആർജിക്കുന്ന വിഭവങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ധാരാളം പണം ലഭിച്ചു, എങ്ങനെ ഉപയോഗിക്കണം? ധാരാളം അറിവ് ലഭിച്ചു, എങ്ങനെ ഉപയോഗിക്കണം? നാം ജീവിക്കുന്ന ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ട്, എങ്ങനെ അതിനെ തിരിച്ചറിയണം? ഇതിനെ പ്രാപ്തമാക്കുന്നത് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസമാണ്, ക്രിസ്തീയ വിദ്യാഭ്യാസമാണ്. ഇന്ന് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വില കുറഞ്ഞതായ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ 10-15 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ബഹ്റിൻ സൺഡേ സ്കൂൾ 500 വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, പലപ്പോഴും ഈ വിദ്യാർത്ഥികളൊക്കെ സൺഡേ സ്കൂൾ വരുമ്പോൾ പല കുഞ്ഞുങ്ങളും പല പ്രയാസം കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല വിദ്യാർത്ഥികൾക്ക് പ്രയാസങ്ങളുണ്ടായി, ചില അഡിക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പഠിക്കുന്ന സ്കൂളുകളൊക്കെ സുലഭമായി ലഭ്യമാണ്. ഇതിനെ തിരിച്ചറിയുവാൻ, വേണ്ടെന്ന് പറയുവാനുള്ളതായ ശക്തമായ തിരിച്ചറിവിൻ്റെതായ ശാസന ബലം നൽകുന്നതായ ക്രിസ്തീയ വിദ്യാഭ്യാസം കുറഞ്ഞു പോകുകയാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളൊക്കെ പണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സൺഡേ സ്കൂളിൽ മിനിസെക്യൂട്ടർ നമ്മൾ നിലമ്പൂരൊക്കെ സൺഡേ മിനിസെക്യൂട്ടർ ക്യാമ്പ് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: സിനിമ കാണുന്നത് തെറ്റാണോ? ചോദിക്കുന്നില്ല, അന്ന് ചോദിച്ച ചോദ്യമാണ്. ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു തമാശയായിട്ട് തോന്നുന്നു. അപ്പോൾ അന്ന് അച്ഛന്മാര് പറയും, യേശുവിനെ കൊണ്ട് കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോളാൻ പറയും. അന്ന് അങ്ങനെ ഉത്തരം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം കുറഞ്ഞു. നമ്മുടെ ആ നന്മ തിരിച്ചറിയുന്നതിനുള്ള അതിൻ്റെ ഒരു മാർജിൻ എല്ലാം മാറി. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് അവർക്ക് തന്നെ ബോധ്യമാകത്തക്കവണ്ണം പഠിപ്പിക്കുന്നതായ ശാസനാബലങ്ങൾ കുറഞ്ഞു. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ശാസനാബലം കുറഞ്ഞു. വായിച്ചു, യേശു കർത്താവും മാതാവും പിതാവും ജോസഫ് മറിയും പതിവ് പോലെ അവർ പെരുന്നാളിന് പോയി. ദേവാലയത്തിൽ പെസഹ പെരുന്നാൾ ആചരിക്കുകയാണ്. പതിവ് പോലെ പോയി. ചില പതിവുകൾ, ആവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തെ ആഴപ്പെടുത്തുക. അതുകൊണ്ട് ആവർത്തിച്ച് പഠിക്കുന്നതായ, ആവർത്തിച്ച് വായിക്കുന്ന അനുഭവങ്ങളിലാണ് വിശ്വാസം ശരിക്കും അടിയുറച്ച് വാഴുക. അങ്ങനെ വിശ്വാസം അടിയുറക്കണമെങ്കിൽ ആവർത്തനങ്ങൾ ആവശ്യമാണ്. നമ്മൾ കാണുന്നതായ പരസ്യങ്ങൾ, എന്തുകൊണ്ടാണ് ഒരു പരസ്യം ഒരു ദിവസം മാത്രമല്ലാതെ മാസങ്ങളോളം പരസ്യം, ഒരേ പരസ്യം വർഷങ്ങളോളം പരസ്യം എഴുതുന്നതിന് വേണ്ടിയാണ്? ആവർത്തനങ്ങളാണ്. നമ്മൾ ആ പരസ്യം ആവർത്തിച്ച് കാണുമ്പോൾ നമ്മുടെ ബോധ്യമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ സാധനം മേടിക്കാനായി ട്രോളിയുമായി മുന്നോട്ട് പോകുമ്പോൾ നാം കണ്ട പരസ്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു. നമ്മളതെല്ലാം ഈ ട്രോളിയിലേക്ക് വലിച്ചിടുകയാണ്. വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നും അറിയില്ല. സൗന്ദര്യം വർദ്ധിക്കുവാൻ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സുകൾക്ക് അത് ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്ന് വ്യാമോഹിപ്പിക്കുന്നതായ പരസ്യങ്ങൾ ഉപയോഗിച്ച് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ നാം നോക്കണം, ഇതെല്ലാം ഈ സ്വാധീനങ്ങളാണ്. എന്താണ്? ആവർത്തനങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോട് ആവർത്തിച്ച് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് അങ്ങനെ ആവർത്തിച്ച് പറയുവാൻ കഴിയുന്നതായ ഒരു തലമുറ നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രായമുള്ളവർ പോലും കുഞ്ഞുങ്ങളോട് ഇത് തെറ്റാണ് ശരിയാണെന്ന് പറയുവാൻ കഴിയുന്നതായ ഒരു ധാർമ്മികമായ ബോധ്യത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് വേദപുസ്തകം വായിച്ചു വിശ്വാസ പാരമ്പര്യങ്ങളിൽ ഉറച്ചും തെറ്റാണെന്ന് പറയുവാനുള്ളതായ ആർജവത്വം കുറഞ്ഞു പോകുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. യേശു കർത്താവ് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് വായിക്കുന്നു. ചില ആവർത്തനങ്ങൾ, പതിവ് പോലെ അവൻ പെരുന്നാളിന് പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ പതിവ് പോലെ എല്ലാ ആഴ്ചയിലും പള്ളി വരണം, നമ്മോടൊപ്പം വരേണ്ടതായ ആവശ്യമുണ്ട്. സൺഡേ സ്കൂൾ പഠിക്കുകയും ആരാധന പങ്കുചേരുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പല ആളുകളും പറയാറുണ്ട്, വെച്ചാൽ ഞായറാഴ്ച മാത്രം അവിടെ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് അവിടെ ആരാധന. വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമാണ് അവധി, കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് പറയാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഉറങ്ങുന്നതായ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ചില കുടുംബങ്ങളൊക്കെ പരാതി പറയാറുണ്ട്,
അവർ +2 പഠിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പരാതി പറയും, കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, ഒന്ന് കൗൺസിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും വലിയ പ്രയോജനമില്ല. ചെറുപ്പത്തിൽ ചെയ്യേണ്ടതായ ബാലനിലക്കേണ്ടുന്നവരെ അങ്ങനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും വിട്ടുമാറുകയില്ലെന്ന് പറഞ്ഞല്ലോ. അത് വളരെ അന്വർത്ഥമാണ്, സത്യമാണത്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ ചിലത് തെറ്റാണെന്ന് പറയുവാൻ, ചില കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് പറയുവാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മറ്റാരുമല്ല, നാം പഠിച്ചതായ സൺഡേ സ്കൂൾ പാഠങ്ങളാണ്, നാം വായിച്ചതായ വേദപുസ്തകത്തിന്റെ വിശ്വാസ പാരമ്പര്യങ്ങളാണ്, യേശു കർത്താവിനോട് നാം അനുഭവിച്ചതായ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അനുഭവങ്ങളാണ്. അതാണ് നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് സിറ്റിയിലൊക്കെ പോകുമ്പോൾ, ബാംഗ്ലൂര് മറ്റ് പൂനെയിലൊക്കെ പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ അവരെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഈ വിശ്വാസമാണ്. മയക്കുമരുന്നിന്റെയും മറ്റ് പലതിന്റെയും ഒക്കെ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ അത് തെറ്റാണെന്നും അതിനോട് അകലം പാലിക്കണമെന്നും ഒക്കെ അവരെ പഠിപ്പിക്കുന്നത് അവിടെ നമ്മളാരുമില്ല, മാതാപിതാക്കളില്ല. പക്ഷേ അവരെ അതിനെ ബലപ്പെടുത്തുന്നത് അവർ പഠിച്ചതായ വിശ്വാസത്തിന്റെ അറിവാണ്. എന്നാൽ ഇത് കുറ്റബോധമില്ലാത്തതായ അനുതാപമില്ലാത്ത ഒരു തലമുറയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും നമ്മുടെ ശാരീരികമായ വളർച്ച, ആത്മീയമായ വളർച്ച, അതുപോലെ നമ്മുടെ പേഴ്സണൽ, നമ്മുടെ മെന്റൽ ഗ്രോത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഒന്ന്, കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. യോസഫും മറിയയും യേശുവും ഒരുമിച്ച് അവര് യെരൂശലേമിൽ കടന്നുപോയി, ഒരുമിച്ച് പോയി. കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ സമയത്തെ മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്നതായ, നിരന്തരം പങ്കെടുക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, എന്തിനാണ് പള്ളി പോകുന്നത്? ഈ കോവിഡ് കാലത്തൊക്കെ ആരും പള്ളിയൊന്നും പോയില്ല. അപ്പം ചില ആൾ ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, കോവിഡ് കാലത്തൊന്നും സംഭവിച്ചില്ലല്ലോ, ആരും പള്ളിയിൽ പോയില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്നാൽ കോവിഡ് കാലത്ത് പോകാതിരുന്നതായ കുഞ്ഞുങ്ങൾ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. കുറേ നാൾ പള്ളിയിൽ പോകാതിരുന്നാൽ ഒന്നും സംഭവിക്കുകയില്ലായിരിക്കാം. പക്ഷേ ആ കുഞ്ഞുങ്ങൾ പിന്നീട് വളർന്ന് വലുതാകുമ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്മയും തിന്മയും ചൂസ് ചെയ്യാനുള്ളതായ തീരുമാനം, ധാർമ്മികത രൂപപ്പെടുന്നതായ ഇടമാണ് പള്ളി. നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസം കുടുംബജീവിതത്തിൽ അതൊക്കെ ഉണ്ടാകേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയും ആരാധനയും ഒക്കെ അതിന്റെ ഈറ്റില്ലമായി മാറേണ്ടതായ ഇടമാണ് കുടുംബം. യേശു യോസഫും മറിയും ഒരുമിച്ച് അവര് ആലയത്തിലേക്ക് പോയി. അവര് നിരന്തരം അങ്ങനെ പോകുന്ന പതിവുണ്ടായിരുന്നു. പള്ളിയിലാണ് അവർ പോയത്. അറിയാം, കുടുംബം കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലം പള്ളിയാണ്. യേശു കർത്താവ് പള്ളിയിൽ ചെന്നു, അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. മാതാപിതാക്കൾ മടങ്ങി പോന്നപ്പോഴും യേശു കർത്താവ് അവരുടെ മധ്യത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ന്യായപ്രമാണത്തെക്കുറിച്ച് സംസാരിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും അവർ പഠിക്കുകയും അങ്ങനെ ചെയ്തെന്ന് വായിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. യേശു കർത്താവിന്റെ കാലത്ത് നമുക്കറിയാം അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അവിടെയുണ്ടായിരുന്ന ഗുരുകുല വിദ്യാഭ്യാസങ്ങളാണ്. ഓരോ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുന്നതായ കാര്യങ്ങളാണ്. ഗമാലിന്റെ കീഴിൽ പഠിച്ചതായ പൗലോസിനെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലോസഫറായിരുന്നതായ അരിസ്റ്റോട്ടിലെ, സോക്രട്ടീസിനൊക്കെ അവരുടെ ശിഷ്യന്മാരായ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ന് വ്യത്യസ്തമാകും. ഒരു 20 വർഷം കഴിയുമ്പോൾ അതും വ്യത്യസ്തമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാം നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾക്കുള്ളിലുള്ളത് കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ചക്രവാളങ്ങൾക്കും വ്യത്യാസം സംഭവിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു കാലം കഴിയുമ്പോൾ ഒരു തലമുറയിൽ സംഭവിക്കുന്ന മാറ്റം വ്യത്യസ്തതയുള്ളതാണ്. നാം പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ചൂസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം മാത്രമല്ല സ്കൂളിലൂടെ ലഭിക്കുന്നത്, സോഷ്യലൈസേഷനാണ്. നാം വിടുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില മനഃശാസ്ത്രജ്ഞന്മാരോ ചില പഠനങ്ങൾ നടത്തുമ്പോൾ നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നല്ല കുടുംബത്തിൽ വളർന്ന കുഞ്ഞുങ്ങളൊക്കെ ചില സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കൂട്ടുകെട്ടുകൾ, അവിടുത്തെ ഗ്യാങ്ങുകളൊക്കെ സ്വാധീനിക്കും. ഇന്ന് ഗ്യാങ് ഇല്ലാതെ, ഞാൻ ബഹുപ്പെടുള്ളപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഗ്യാങ് ഉണ്ട്, ഗ്യാങ് ഉണ്ട്. ഗ്യാങ് കൂടി തല്ലാൻ പോകുന്നു, ഗ്യാങ് കൂടി ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അപ്പം ഈ ഒരു ഗ്യാങ്ങിൽ ആകുക എന്നത് വളരെ പ്രധാനപ്പെട്ടത്. ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചേരേണ്ടതായ ആവശ്യമുണ്ട്. അപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ ഗ്യാങ് കൂടുമ്പോൾ ആ ഗ്യാങ്ങിൽ കൂടി വിദ്യാഭ്യാസം പ്രയാസമായി മാറുന്നു,
പരീക്ഷയ്ക്ക് തോക്കുന്നു, ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനവും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ പഠിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടതായ ചോദ്യമാണ്. നാം പഠിപ്പിക്കാൻ കുഞ്ഞിനെ വിടുമ്പോൾ ഒരുപക്ഷെ ആ സ്ഥാപനം, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എങ്ങനെയുള്ളവരാണെന്നും കൂടി നാം ആലോചിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് ക്രിസ്ത്യൻ വിദ്യാഭ്യാസം, നാളെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമുണ്ട്. അവരുടെ മാനസികമായ വളർച്ച, അവരുടെ ശാരീരികമായ വളർച്ച, ആത്മീയമായ വളർച്ച, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വായിക്കുന്നത് യേശു കർത്താവ് ദൈവത്തിന്റെയും മനുഷ്യരെയും പ്രീതിയിൽ വളർന്നു വന്നു, ദൈവത്തിന്റെയും മനുഷ്യൻ കൃപയിൽ വളർന്നു വന്നു എന്നതാണ്. അപ്പൊ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വരിക എന്നുള്ളത് ഒരു ഹോളിസ്റ്റിക് ഗ്രോത്താണ്. അത് മാനസികമായി, ശാരീരികമായി, ആത്മീയമായ വളർച്ച നമുക്ക് ആവശ്യമാണ്. അറിവ്, തിരിച്ചറിവായി, കാഴ്ച ഉൾക്കാഴ്ചകളായി മാറുന്നതായ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായ ഉപകരണങ്ങളാണ് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് അറിവില്ലായ്മയെ കുറിച്ചുള്ളതായ അടിപടിയായുള്ള അറിവാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ഓരോ ദിവസവും നാം പഠിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ പഠിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, പുതിയ പുതിയ ഉപകരണങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നു. ഓരോ ദിവസവും സ്കൂളിംഗ് എന്ന പദം വിശാലമാണ്. മരണം വരെയും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മുടെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറയിൽ അവർക്ക് മാതൃകയാകേണ്ടതായ, അവർക്ക് മൂല്യങ്ങൾ പങ്കുവെക്കേണ്ട 3 ഇടങ്ങളാണ്. 1 നമ്മുടെ ഭവനം, 2 നമ്മുടെ പള്ളി, 3 വിദ്യാഭ്യാസ സ്ഥാപനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് വളരെ പ്രയാസം കടന്നു പോവുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണ്ട് ഗുരുശിഷ്യ ബന്ധങ്ങളൊക്കെ അന്യമായി. ഇന്ന് അധ്യാപകരെ ഗുരുക്കന്മാരായി ബഹുമാനിക്കാത്തതായ ലോകത്താണ് ജീവിക്കുന്നത്. കാരണം ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ആ വിഷയത്തെ സ്വന്തം മൊബൈൽ ഗാഡ്ജറ്റിൽ ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ജിപിയിൽ അതടിച്ച് അതേക്കാളും മികച്ചതായ ഉത്തരങ്ങളും മികച്ചതായ ആൻസറും മുന്നിൽ നിൽക്കുമ്പോൾ ഈ അധ്യാപകരുടെ ബഹുമാനം കുറഞ്ഞു പോകുന്ന കാലത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അറിവിന്റെ ലോകം വിശാലമാകുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ബഹുമാനം കുറഞ്ഞു പോകുന്ന കാലത്ത് ജീവിക്കുന്നു. എന്നാൽ നൽകേണ്ടതായ ചില മൂല്യങ്ങളുണ്ട്, നൽകേണ്ടതായ ചില തിരിച്ചറിവുകളുണ്ട്. നാം ആർജിക്കുന്നതായ വിദ്യാഭ്യാസം, നാം ആർജിക്കുന്നതായ സമ്പത്ത്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ നമ്മെ ബലപ്പെടുന്ന ധാർമ്മികത രൂപപ്പെട്ടു വരുന്ന ഇടങ്ങളാണ് ഭവനം, പള്ളി. വിദ്യാഭ്യാസ മേഖലകളൊക്കെ വളരെ അത്തരത്തിൽ കുറഞ്ഞു പോവുകയാണ്. പണ്ട് പറയാൻ നമ്മളൊക്കെ ശക്തമായ രീതിയിൽ അടിമേടിച്ച് പഠിച്ചവരാണ്. ഒരു വിദ്യാർത്ഥി തെറ്റ് കഴിഞ്ഞാൽ ചൂരപടിക്കും കടി കിട്ടുമായിരുന്നു. അടിക്കുന്നതായ പതിവുകളില്ല. അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അധ്യാപകന്റെ കേസാണ്, അധ്യാപകൻ ജയിലിൽ പോകും. അതുകൊണ്ട് അധ്യാപകൻ അടിക്കുന്നില്ല, മാതാപിതാക്കൾ അടിക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസം നേരിടുവാൻ കരുത്തില്ലാതെ പോവുകയാണ്. മൊബൈൽ മേടിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതായ, ബൈക്ക് മേടിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന മക്കളുടെ ലോകത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട രീതിയിൽ ബാലനിലക്കിടുന്നവരെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായ വിട്ടുമാറുകയില്ല എന്ന വചനം എത്രയോ അർത്ഥവത്താണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ട പ്രിയമുള്ളവരെ, ശാരീരികമായ വളർച്ചയ്ക്ക് നമ്മൾ ധാരാളം ഭക്ഷണം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മെന്റൽ ഗ്രോത്തിന് വേണ്ടി ധാരാളം അറിവുകൾ ലോകത്താണ് ജീവിക്കുന്നാൽ ഒരു അറിവ് കൂടി നമുക്കുണ്ടെന്നതാണ് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആവശ്യമാണ്, സ്പിരിച്വൽ നോളജ് ആവശ്യമാണ്. ആ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഏറ്റവും പുറകെ നിൽക്കുന്നത്. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കഴിച്ച പോലെയല്ല. ഇഷ്ടം പോലെ ഭക്ഷണം സുലഭമാണ്, ഏത് ഡിഷും സുലഭമാണ്. വൈകുന്നേരം ഹോട്ടലിൽ തിരക്കാണ്, പുറത്തു പോയി കഴിക്കുന്നത് ഹോബിയായി മാറിയിരിക്കുന്നു. ഇഷ്ടം പോലെ പണമുണ്ട്, ഭക്ഷണമുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ അറിവിന്റെ ലോകം വിശാലമാണ്. ഏതറിവും ഗൂഗിൾ ചെയ്താൽ അല്ലെങ്കിൽ AI ഉപയോഗിച്ചാൽ കിട്ടുന്നു, അതും വിശാലമാണ്. എന്നാൽ ആത്മീയമായ ഭക്ഷണം, ആത്മീയമായ അറിവ്, അത് നമ്മൾ എങ്ങനെ നൽകുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബാക്കി രണ്ടും വിശാലമാണ്. എന്നാൽ ആത്മീയമായ അറിവ് നൽകുന്നതായ സൺഡേ സ്കൂൾ പഠനം, നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ ആരാധന എങ്ങനെയിരിക്കുന്നു? അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയ്ക്ക് നൽകിയില്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. കുടുംബങ്ങൾ ശിഥിലമാകുന്നതായ, തീരുമാനമെടുക്കുവാൻ ശക്തമല്ലാത്തതായ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടിരുന്നത് അപകടകരമായ അനുഭവമാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ എന്തെല്ലാം നൽകുമ്പോൾ അത് ചൂസ് ചെയ്യുവാൻ, അത് ഉപയോഗിക്കേണ്ടതായ ബുദ്ധി, ധാർമ്മികത അവർക്ക് ലഭിക്കാൻ തക്കോണം ദൈവികമായ പരിജ്ഞാനം പകർന്നു നൽകേണ്ടതായ കാലത്ത് നാം ജീവിക്കുന്നു. അത് മുമ്പത്തേക്കാളും ശക്തമായ ആവശ്യമാണ്. പണ്ട് ശനിയാഴ്ച വൈകിട്ട് മനപ്പാഠം പഠിച്ചില്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത കാലമുണ്ടായിരുന്നു. എന്നാൽ
ഇന്നതൊന്നും ബാധകമല്ല. സൺഡേ സ്കൂളിൽ പോകുന്നത് പോലും വളരെ ലാഘവത്തോട് കാണുന്ന മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങൾ വൈകിട്ട് ഉറങ്ങിക്കോട്ടെ, എല്ലാ ദിവസവും ട്യൂഷനാണ്, പഠിത്തമാണ്, അതുകൊണ്ട് ഞായറാഴ്ച ഉറങ്ങട്ടെ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടുകയാണ്. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ, ഇവരെ പഠിച്ച് വലുതായി കഴിയുമ്പോൾ അന്നേരമാണ് തിരിച്ചറിയുന്നത് അന്ന് കൊടുക്കാത്തതിന്റെ ദുരന്തം, കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ കൊടുക്കാത്തതിന്റെ, വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ കൊടുക്കാത്തതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് പ്രായമാകുമ്പോഴാണ്. നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ കോട്ടയിൽ നമുക്ക് അവരെ വഹിക്കാം. അവർ പഠിക്കാൻ പോകുന്ന വിശാലമായ ലോകത്തെ കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് മദ്യപിക്കാത്ത അല്ലെങ്കിൽ പുകവലിക്കാത്തതായ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ അതൊക്കെ വളരെ കുറച്ചിലായി കാണുന്ന ലോകത്തിൽ ജീവിക്കുകയാണ്. കുറച്ച് നാൾക്ക് ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിൽ വേറെ പെൺകുട്ടിയെ കാണാൻ പോവുകയാണ്. കല്യാണാലയത്തിന് ശേഷം അടുത്ത് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടതിന് ശേഷം ഒരു ഫോണിലൂടെ സംസാരിക്കുന്നു തുടങ്ങി. അപ്പോൾ പെൺകുട്ടി ചോദിക്കുകയാണ്, നീ ഏത് ബ്രാൻഡാണ് കുടിക്കുന്നത്? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനത് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ചോദിച്ചത്, നീ എന്തൊരു മനുഷ്യനാണ്? ഇത് ചെറുപ്പക്കാരാണ് ചോദിക്കുകയാണ്. നീ ആണാണോ എന്നാണ് ചോദിക്കുന്നത്. ആണാകാൻ മദ്യപിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഒരുപോലെ ഒരേ തരത്തിൽ അഡിക്ഷന് ആയി മാറുകയാണ്. പരസ്യമായി പുകവലിക്കുന്നതായ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കേരളത്തിലുണ്ട്. ഞാൻ മല്ലപ്പള്ളി ഇരിക്കുന്ന സമയത്ത് എനിക്കറിയാം, മാർക്കറ്റിൽ പരസ്യമായി പുകവലിക്കുന്ന പെൺകുട്ടികൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് കോമൺ ആയി വരികയാണ്. ഒരു കാലം കഴിയുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ കോമൺ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ തെറ്റാണ് 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 എന്ന് പറയുവാൻ, അവരുള്ളിൽ ആ ബോധ്യമുണ്ടാകുവാൻ നൽകേണ്ടതായ കാര്യം വിശ്വാസത്തിന്റെ പകർച്ചയാണ്. നാം എത്ര തെറ്റാണെന്ന് പറഞ്ഞാലും അവർ ചെയ്യും. കാരണം അവർ തെറ്റാണെന്ന് തീരുമാനിക്കണം, സ്വയം തീരുമാനിക്കണം. സ്വയം തീരുമാനിക്കത്തക്കവണ്ണം അവരെ പ്രാപ്തമാക്കുന്നതായ വിശ്വാസത്തിന്റെ പകർച്ച നൽകുവാൻ വേദപുസ്തകങ്ങൾ നൽകുവാൻ തക്കവണ്ണം കഴിയണം. പ്രിയമുള്ളവരെ, പാഠപുസ്തകത്തോടൊപ്പം ഈ വേദപുസ്തകത്തിന്റെ അറിവ് കൂടി നൽകുവാൻ കഴിയുമ്പോൾ അവരുടെ അറിവ് നിസ്സാരമായി മാറും. യേശു കർത്താവ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, പൈതലായിരിക്കുമ്പോൾ പതിവ് പോലെ യെരൂശലേമിൽ പോയി. ചില പതിവുകൾ, ചില ആവർത്തനങ്ങൾ ആവശ്യമാണ്. യേശു കർത്താവ് ആ ഗുരുക്കന്മാരുടെ ഇടയിൽ നിന്ന് സംസാരിച്ചു, വിശ്വാസത്തിന്റെ അറിവ് പകരുകയാണ്. മാതാപിതാക്കളുടെ ദൈവത്തിന്റെ കൃപയിൽ യേശു കർത്താവ് വളർന്നു വന്നു. അതുകൊണ്ട് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും കൃപയിലും വളർന്നു വരത്തക്കവണ്ണം കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. ഓരോ വിശുദ്ധ മാമോദീസായിലും അവസാനം നൽകുന്നതായ ഉപദേശം എന്താണ് അറിയാം. ഈ കുഞ്ഞ് പ്രായമാകുമ്പോൾ താൻ തന്നെ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ തക്കവണ്ണം അവരെ അഭ്യസിപ്പിക്കേണ്ട ചുമതല സഭ നിങ്ങളെ വരവേൽപ്പിക്കുന്നു എന്നാണ് ഞാൻ മാതാപിതാക്കളോടും പറയുന്നത്. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ നാം എത്രമാത്രം നമ്മുടെ ആത്മാർത്ഥത പുലർത്തുന്നു നമ്മോട് ചോദിക്കണം. അറിവിന്റെ ലോകം വിശാലമാകുമ്പോൾ, ഭൗതികമായ ലോകം വിശാലമാകുമ്പോൾ ആത്മീയത അനുഭവങ്ങൾ ഉളവാകാൻ കഴിയണം. നമ്മൾ നമ്മുടെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാളെ പുതിയ അന്വേഷണം ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകൾ കോളേജുകളൊക്കെ പോകുമ്പോൾ ഇത് ഏറ്റവും അനുഗ്രഹമായി മാറാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരു നിമിഷം നമ്മൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, മക്കൾ ജീവിക്കുന്ന സ്കൂളുകൾ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ശക്തമായ സ്വാധീനങ്ങളുടെ ഇടവന്നതാണ്. എന്നാൽ അങ്ങനെയുള്ളതായ ഒന്നിൽപ്പെട്ടു പോകാതെ ഞങ്ങളുടെ മക്കളെ വേലി കെട്ടി സൂക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കോട്ടയിൽ നമുക്കത് വഹിക്കാം. ആരും നഷ്ടപ്പെട്ടു പോകാതെ കൊണ്ട് കർത്താവേ മക്കളെ കാത്തുകൊള്ളണമേ. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദൈവം എൻ്റെയും ദൈവം എന്ന് പറയുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, ഒറ്റയ്ക്ക് പോകുന്നിടങ്ങളൊക്കെ അതിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം ശക്തമായ ആത്മീയമായ ബലം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഒരു പുതിയ മാസത്തിന്റെ ആദ്യത്തെ ദിവസം എളിയ മക്കൾക്ക് ഒന്നിച്ചപ്പന്റെ ആലയത്തിൽ കൂടുവാനും ജീവന്റെ വചനങ്ങളെ വ്യവനിൽ കൂടെ കേൾക്കുവാനും ഒക്കെ എളിയ മക്കളെ പിന്നെ ലോകത്തിന്റെ മുമ്പിൽ ശേഷിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കാലത്തിന്റെ മധ്യത്തിലൂടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഭൂമണ്ഡലത്തിൽ ഇറങ്ങി വന്നവന്റെ നാമം
ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ മരുന്നപ്പെടാൻ ഞങ്ങളെ ഏൽപ്പിച്ച തലമുറ മക്കളെ കൂടെ ആ ജീവന്റെ വചനങ്ങളെ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് മാതൃകാ ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെ ദേശത്താക്കി വെച്ചെടുത്ത് ഞങ്ങൾ അതിന് ഉപയോഗപ്പെടുവാൻ കർത്താവേ ഈ ജീവന്റെ വചനങ്ങൾ ഓരോ ഹൃദയങ്ങളിലും അവിടുന്ന് ക്രിയമാറാണ്. ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയുവാൻ സ്വർഗീയമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില് ആ നിറവിലെ ജ്ഞാനത്തില് അതിൽ മുതിർന്നു വന്ന് ഞങ്ങൾക്ക് ലോക ജീവിതം ചെയ്തെടുക്കാനായിട്ട് സ്വർഗീയ പിതാവ് പുത്രനെ കൂടെ തന്ന മഹത്വത്തിന്റെ ആ ശക്തി